അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിന് LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ക്ഷണിച്ച് സംഘാടകർ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് ഇരു നേതാക്കളും ഉറപ്പ് നൽകിയതായി സംഘാടകർ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ LK അദ്വാനി പങ്കെടുക്കില്ലെന്ന വാർത്തകൾ നിഷേധിച്ചാണ് VHP ഇക്കാര്യം അറിയിച്ചത്. രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. RK, ഇതിൽ രഥയാത്ര എന്നൊക്കെയുള്ളത് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർക്കുന്ന പേരുകളാണ് ഇവരുടേതൊക്കെ. പക്ഷേ ആരോഗ്യം, പ്രായാധിക്യം എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ഈ നേതാക്കൾ പങ്കെടുക്കും എന്ന തരത്തിലേക്കാണോ വാർത്തകൾ വരുന്നത്, അല്ലെങ്കിൽ അതിന് പരമാവധി ശ്രമിക്കുമെന്ന്? അനുജ, ഇതില് ഈ ചില മാധ്യമങ്ങളിൽ ഈ അദ്വാനി പങ്കെടുക്കില്ല, അഥവാ മുരളി മനോഹർ ജോഷിയും പങ്കെടുക്കില്ല എന്ന വിധത്തിൽ ഉള്ള ചില വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഒരു പ്രസ്താവന ഇതുവരെയും അല്ലെങ്കിൽ അഥവാ ഒരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഈ സംഘാടകർ ചെയ്തിരിക്കുന്നത്. നിലവിൽ രണ്ട് നേതാക്കളെയും ഔദ്യോഗികമായിട്ട് തങ്ങൾ ഇന്നാണ്, അതുകൊണ്ട് തന്നെ അവർ വരാമെന്നാണ് ഇപ്പോൾ വരാൻ പരമാവധി ശ്രമിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വന്ന മറ്റ് വാർത്തകളൊന്നും അടിസ്ഥാനമില്ലാത്തതാണ് എന്നാണ് ഫലത്തിൽ ഇതുവഴി വിശദീകരിക്കുന്നത്. എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി വരികയാണ്. 22-ാം തീയതിയാണ്, ജനുവരി 22-നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാണപ്രതിഷ്ഠ നടപടികൾ, ചടങ്ങുകൾ നടക്കാനായിട്ട് പോകുന്നത്. ആ ദിവസമാണ് LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പങ്കെടുപ്പിക്കാനായി ഇപ്പോൾ ശ്രമം നടക്കുന്നത്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരായിരിക്കും അവിടെ പങ്കെടുക്കുന്നത്. ആ ചടങ്ങിലായിരിക്കും ഇരുവരും ഉണ്ടാകുക എന്നാണ് ഇപ്പോഴത്തെ സൂചന. അത് സ്ഥിരീകരിച്ച് തന്നെ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരമാണോ RK, ഇവർ പങ്കെടുക്കും എന്നുള്ളത്? അതിന് തീർച്ചയായിട്ടും ഇല്ല. ഇവർ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കും എന്ന് തങ്ങളെ അറിയിച്ചു എന്നാണ് സംഘാടകർ ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. അഥവാ ഇവർ പങ്കെടുക്കില്ല എന്ന വാർത്ത നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി ഉള്ള ഒരു വ്യക്തമാക്കലാണ് ഇത് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ മറ്റ് സൗകര്യങ്ങൾ അടക്കമുള്ളവ ഒരുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവർ യാത്രയ്ക്ക് തയ്യാറായേക്കും. രണ്ടുപേർക്കും പ്രായം സംബന്ധിച്ച വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു അവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പ് ഈ ഒരു വിശദീകരണത്തിൽ. ഒരു കാര്യം കൂടി RK, ഇതിൽ കേരളത്തിൽ നിന്ന് മോഹൻലാലിൽ അമൃതാനന്ദമയി അവർക്കൊക്കെ ക്ഷണമുണ്ടോ എന്നൊക്കെയുള്ള തരത്തിൽ വാർത്തകൾ ഉണ്ടല്ലോ, അതിന്റെ കൂടി സ്ഥിരീകരണം എന്താണ്? ഇക്കാര്യത്തില് മോഹൻലാലിനും അമൃതാനന്ദമയി അടക്കമുള്ള സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ട ആളുകളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കും എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന് സുരേഷ് ഗോപി അടക്കമുള്ള ചില താരങ്ങൾക്ക് കേരളത്തിൽ നിന്ന് അവസരമുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട സന്യാസി വര്യരെയെല്ലാം ഈ 22-ന്റെ ചടങ്ങുകളിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാതാ അമൃതാനന്ദമയി ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനത്ത് തന്നെ ഉണ്ട്. അവർ ആദ്യ പേരുക എന്ന നിലയിൽ തന്നെ ഈ ചടങ്ങിന്റെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരെ ക്ഷണിച്ചിട്ടുണ്ട് സംഘാടകർ. പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് ഇരു നേതാക്കളും ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് സംഘാടകർ പറയുന്നു. VHP ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.